സീതാറാം യെച്ചൂരിയുടെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തി രാഷ്ട്രീയ കേരളം. രാജ്യത്തെ മതേതര രാഷ്ട്രീയത്തിൽ നികത്താനാകാത്ത വിടവാണ് യെച്ചൂരിയുടെ വിയോഗമെന്ന് CPIM കോൺഗ്രസ് നേതാക്കൾ പ്രതികരിച്ചു. കമ്മ്യൂണിസ്റ്റ് എതിരാളികൾക്ക് പോലും ആദരവോടെ സമീപിക്കാൻ കഴിഞ്ഞ നേതാവാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സമ്മേളനങ്ങൾ മാറ്റിവെച്ച് CPIM 3 ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു. ഉമേഷ്, എന്താണ് വിവരങ്ങൾ? സീതാറാം യെച്ചൂരിയുടെ അകാല വിയോഗത്തിലെ നടുക്കത്തിലാണ് രാഷ്ട്രീയ കേരളം. രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ രാഷ്ട്രീയ നേതാക്കളും യെച്ചൂരിയെ അനുസ്മരിച്ചു. MV ഗോവിന്ദൻ ഡൽഹിയിലെത്തി അദ്ദേഹത്തെ ഒരു നോക്ക് കണ്ട ശേഷമാണ് തിരുവനന്തപുരത്തേക്ക് തിരിക്കാൻ നിൽക്കുമ്പോഴായിരുന്നു വിയോഗ വാർത്ത അറിയുന്നത്. അദ്ദേഹത്തിന്റെ വിയോഗ വാർത്ത ആരോഗ്യസ്ഥിതി മോശമായപ്പോഴും അദ്ദേഹം ശക്തനായി തിരികെ എത്തുമുള്ള പ്രതീക്ഷയിലായിരുന്നു കേരളത്തിലെ CPM നേതാക്കളും CPM അണികളുമെല്ലാം. ഒടുവിൽ ആ വിയോഗ വാർത്ത ഓരോരുത്തരും ഉൾക്കൊള്ളുകയാണ്. AKG സെന്ററിൽ യെച്ചൂരിയുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ MV ഗോവിന്ദനും മറ്റ് പാർട്ടി നേതാക്കളുമെല്ലാം പുഷ്പാർച്ചന നടത്തി. CPI നേതാക്കളും AKG സെന്ററിലെത്തി അനുശോചനം രേഖപ്പെടുത്തി. 3 ദിവസത്തെ ദുഃഖാചരണമാണ് CPM പ്രഖ്യാപിച്ചിട്ടുള്ളത്. പാർട്ടി സമ്മേളനങ്ങൾ, ബ്രാഞ്ച് സമ്മേളനങ്ങൾ നടക്കുന്ന കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ബ്രാഞ്ച് സമ്മേളനങ്ങളെല്ലാം മാറ്റിവെച്ചിട്ടുണ്ട്. അനുസ്മരണ യോഗങ്ങൾ 2 ദിവസത്തിന് ശേഷം നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയും അദ്ദേഹത്തെ അനുസ്മരിച്ചു. ശക്തരായ കമ്മ്യൂണിസ്റ്റ് എതിരാളികൾ പോലും ആദരവോടെ സ്നേഹത്തോടെയും സമീപിച്ച വ്യക്തിയാണ് സീതാറാം യെച്ചൂരി എന്നായിരുന്നു മുഖ്യമന്ത്രി അദ്ദേഹത്തെ അനുസ്മരിച്ചത്. യെച്ചൂരി തന്റെ ദീർഘകാല സുഹൃത്താണെന്നും പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് നികത്താനാകാത്ത വിടവാണെന്നുമായിരുന്നു കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പ്രതികരിച്ചത്. ഇന്ത്യയിലെയും ലോകത്തിലെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്കും തീരാ നഷ്ടമാണ് യെച്ചൂരിയുടെ വിയോഗമെന്നായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം. രാഷ്ട്രീയ പ്രശ്നങ്ങളെ സൈദ്ധാന്തിക അടിത്തറ മനസ്സിലാക്കി പ്രതികരിക്കുന്ന ആളാണ് സീതാറാം യെച്ചൂരി എന്നും അദ്ദേഹത്തിന്റെ വിടവ് രാജ്യത്തെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കെല്ലാം വലിയ നഷ്ടമാണെന്നും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും പ്രതികരിച്ചു. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ ഏറ്റവും ശക്തരായ നേതാക്കളിൽ ഒരാളാണ് സീതാറാം യെച്ചൂരി എന്നായിരുന്നു പന്ന്യൻ രവീന്ദ്രന്റെ അനുസ്മരണം. ദേശീയ രാഷ്ട്രീയത്തിൽ മതേതര ചേരിയിലെ ശക്തനായ നേതാവാണ്, ശക്തനായ വക്താവാണ് യെച്ചൂരി എന്നായിരുന്നു PK കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചത്. കോൺഗ്രസ് നേതാക്കളെല്ലാം മതേതര ചേരിക്ക് നേതൃത്വം നൽകുന്ന, ദേശീയ തലത്തിൽ നേതൃത്വം നൽകുന്ന ഏറ്റവും വലിയ പാഠവുമുള്ള മനുഷ്യനായിരുന്നു എന്നും സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയും അടക്കം വിശ്വാസത്തിലെടുത്ത് ഇടത് ചേരിയെ ഒപ്പം നിർത്തിയ നേതാവാണെന്നും എല്ലാം പ്രതികരിച്ചു. AK ആന്റണിയും പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും അടക്കമുള്ളവർ അനുശോചനം രേഖപ്പെടുത്തി. യെച്ചൂരി താൻ വിശ്വസിച്ച രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ആദർശത്തിൽ അടിയുറച്ചു വിശ്വസിച്ച ആളാണെന്നായിരുന്നു BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ പ്രതികരിച്ചത്. CPI നേതാക്കളായ പന്ന്യൻ രവീന്ദ്രനും മങ്കോട് രാധാകൃഷ്ണനും അടക്കമുള്ളവർ AKG സെന്ററിലെത്തി നേരിട്ടെത്തി അനുശോചനം രേഖപ്പെടുത്തി. മന്ത്രിമാരടക്കമുള്ളവർ AKG സെന്ററിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഭൂരിഭാഗം പേരും ഇന്ന് ഡൽഹിയിലേക്ക് തിരിക്കുന്നു. നാളെ ഡൽഹിയിലേക്ക് എത്താവുന്ന രീതിയിൽ സംസ്ഥാനത്തെ CPM നേതാക്കളെല്ലാം ഡൽഹിയിലേക്ക് തിരിക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും പാർട്ടിയുടെ ഔദ്യോഗിക പരിപാടികളെല്ലാം 3 ദിവസത്തേക്ക് മാറ്റിവെച്ചു. മറ്റ് ആഘോഷ പരിപാടികൾക്കെല്ലാം താൽക്കാലികമായ പരിപാടികൾ നടക്കുമെങ്കിലും മന്ത്രിമാരെല്ലാം നേരിട്ട് പങ്കെടുക്കുന്ന പരിപാടികളെല്ലാം എന്തായാലും 3 ദിവസം ഉണ്ടാകാനും സാധ്യതയില്ല. എന്തായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ രാജ്യത്തെ അമരക്കാരൻ, അത് കേരളത്തിലെ നേതാക്കൾക്കും കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തകർക്കും CPM നേതാക്കൾക്കുമെല്ലാം അടുത്ത് വേണ്ടപ്പെട്ട ആളായിരുന്നു. ഓരോ മലയാളികളെയും അടുത്തറിയാവുന്ന, അടുത്ത് സംസാരിക്കുന്ന, മറ്റ് ഒരുപക്ഷെ നേതൃതലത്തിലെ ഒരു പരിവേഷമോ അല്ലെങ്കിൽ അത്തരമൊരു ജാടയോ തലക്കനമോ ഒന്നുമില്ലാതെ സാധാരണ പ്രവർത്തകരോടൊപ്പം നിന്ന് പ്രതികരിക്കുന്ന വ്യക്തിയും സംസാരിക്കുന്ന വ്യക്തിയുമായിരുന്നു സീതാറാം യെച്ചൂരി. ഓരോ പ്രവർത്തകർക്കും ദേശീയ നേതാവെന്ന എന്നതിനേക്കാൾ ഒരു സഹയാത്രികനായ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന നിലയിൽ അടയാളപ്പെടുത്താൻ പറ്റുന്ന നേതാവ് കൂടിയായിരുന്നു സീതാറാം യെച്ചൂരി. എന്തായാലും CPM നേതാക്കൾക്കും ഇടതുപക്ഷ വിപ്ലവ സൂര്യൻ അസ്തമിച്ചിരിക്കുന്നു എന്നതാണ്. ഉമേഷ് ബാലകൃഷ്ണനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. നമുക്ക്